The word of God carries fire. എന്താണ്? ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്നിടത്ത് അത് തീയാണ്. എൻ്റെ വചനം തീ പോലല്ലയോ, പാറയെ തകർക്കുന്ന ചുറ്റിക പോലല്ലയോ? അങ്ങനെയാണെങ്കിൽ അതെവിടെയാണ് ആ വാക്യം? നമുക്കറിയാം, യെരമ്യാ 23:29. Is not my word like as a fire, says the Lord. തീ പോലെയല്ലേ എൻ്റെ വചനം. And like a hammer that breaketh the rock in pieces. എത്ര കഠിനമായ ഹൃദയത്തെയും ഒറ്റയടിക്ക് തകർത്ത് കളയും ഈ ചുറ്റിക. ഏതാണ് ആ ചുറ്റിക? ചില കേസിൽ ചെറിയ ചുറ്റിക പോരാ, വലിയ കൂടം തന്നെ വേണം. അത് ഏത് സൈസ് വെച്ച് തകർക്കണമെന്നുള്ളത് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് അതനുസരിച്ചുള്ളത് ദൈവം അങ്ങ് ചെയ്തു. പക്ഷേ ദയവ് ഇത് നിങ്ങളെടുത്ത് അടിച്ചു കളയരുത്. 1 sermon can break 10 years of bondage. 10 വർഷമായിട്ട് ബന്ധനത്തിലായിരുന്ന ഒരു വ്യക്തി, നിങ്ങൾ ഏറ്റവും നല്ല അഭിഷിക്തം വരുമ്പോൾ അയാൾ തലേ കൈവയ്ക്കുമ്പം ബന്ധനം അഴിയുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുക അല്ല. ഒരു വചനം പോയി എന്ത് ചെയ്യും? അയാൾ എത്രയോ വർഷമായി അയാൾ കുടുങ്ങിക്കിടന്ന ആ ബന്ധനത്തിൽ നിന്ന് ഈ വചനം പോയിട്ട് വിടുവിക്കും. അത് വിശ്വസിക്കും എത്ര പേരുണ്ട്? ഇന്ന് ഈ വചനത്തിൻ്റെ വിടുതൽ ഇപ്പോഴും നിങ്ങൾക്ക് പിടികിട്ടിയിട്ടില്ല. നിങ്ങളിപ്പോഴും കാത്തിരിക്കുന്ന ഏതോ അഭിഷിക്തൻ വരാനാ. അഭിഷിക്തൻ 2000 കൊല്ലം മുമ്പ് വന്നു, ക്രിസ്തു അല്ലേ? ആ ക്രിസ്തുവിൻ്റെ വചനം ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. ആ ക്രിസ്തു പോയി പിതാവിനോട് പറഞ്ഞ് അയച്ചു തന്ന പരിശുദ്ധാത്മാവ് ഇന്ന് ഭൂമിയിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ആ വിടുതലിന് കാരണം ദൈവവചനമാണ്. ദൈവവചനപ്രകാരമാണ് അവൻ വിടുവിക്കുന്നതെന്നുള്ള കാര്യം. ഈ വചനത്തിന് പോയി വിടുവിക്കാൻ കഴിയാത്ത ഒരു ബന്ധനവും ഇല്ല, ഒരു കെട്ടുകളും ഇല്ല അടിക്കാൻ പറ്റാത്തത്. ദൈവവചനം ആ കാര്യം ചെയ്യും.